ഈ യാത്ര ബോഡിയം കാസിലേക്കാണ്. ബോഡിയം കാസിൽ 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു നിർമ്മിതിയാണ്. 1385 സർ എഡ്വേർഡ് ഡാലിൻഗ്രിഡ്ജ് സ്ഥാപിച്ച ഈ കാസിൽ അദ്ദേഹം ബ്രിട്ടനിലെ കിങ്ങിൻ്റെ നൈറ്റായും പ്രവർത്തിച്ചിരുന്നു. ഈ ബോഡിയം കാസിലിൻ്റെ നിർമ്മാണ ഉദ്ദേശം പ്രസിദ്ധമായ 100 Years of വാറിൽ ഫ്രഞ്ച് അധിനിവേശത്തെ തടയുക എന്നതായിരുന്നു. അതിമനോഹരമായ ലാൻഡ്സ്കേപ്പിൻ്റെ പശ്ചാത്തലത്തിൽ 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ കാസിൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും റൊമാൻറ്റിക്കായ കാസിലായും വിശേഷിക്കപ്പെടുന്നു. ബോഡിയം കാസിൽ സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ്റെ പ്രത്യേകതയും അതിൻ്റെ മനോഹരമായ പശ്ചാത്തല ഭംഗിയും ഇന്നും അതുപോലെ തന്നെ നിലനിന്നിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഒരു പരിധിവരെയെല്ലാം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും ഇൻറ്റീരിയർ പരിപൂർണമായും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈസ്റ്റ് സസെക്സിലെ റോബർട്ട്സ് ബ്രിഡ്ജിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാസിൽ ഹേസ്റ്റിങ്സിനും ടോൺബ്രിഡ്ജ് വെയിൽസിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധമായ 1066 കൗണ്ടിയിലെ ഒരു പ്രധാന ആകർഷണം കൂടിയാണ് ഈ ബോഡിയം കാസിൽ. ഇന്ത്യയുമായും ഒരു വിദൂര ബന്ധം ഈ കാസിലിനുണ്ട്. ഈ കാസിലെ അവസാനത്തെ പ്രൈവറ്റ് ഓണർ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കേഴ്സൺ ആയിരുന്നു. 1925 അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ കാസിൽ നാഷണൽ ട്രസ്റ്റിന് കൈമാറുകയും അതിനുശേഷം ഇന്നേ വരെ നാഷണൽ ട്രസ്റ്റിൻ്റെ കീഴിൽ തന്നെയാണ് ഈ കാസിൽ പ്രവർത്തിക്കുന്നത്. സർ എഡ്വേർഡ് ഡാലിൻഗ്രിഡ്ജിന് ശേഷം ജോൺ ഡാലിൻഗ്രിഡ്ജും അതിനുശേഷം ആലീസ് ഡാലിൻഗ്രിഡ്ജും പിന്നീട് റിച്ചാർഡ് ഡാലിൻഗ്രിഡ്ജും എല്ലാം തന്നെ ഈ കാസിലിൻ്റെ ഉടമസ്ഥരായിരുന്നു. പിന്നീട് ലൂണോർ ഫാമിലിക്ക് കൈമാറ്റപ്പെട്ട ഈ കാസിൽ ഒത്തിരി കാലം ഒട്ടനവധി പ്രഭുക്കന്മാരുടെ കീഴിൽ പ്രവർത്തിച്ചു വന്നു. പിന്നെ എപ്പോഴോ അതിൻ്റെ നാമാവശേഷമായ കാലത്തിലേക്ക് തുടക്കം കുറിച്ചു. അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളോ വ്യക്തമായ ലിഖിതങ്ങളോ ഒന്നും തന്നെ അവശേഷിച്ചിട്ടില്ല. പലതും സത്യവും മിഥ്യയും അർത്ഥസത്യങ്ങളും നിറഞ്ഞതാണ്. എന്നിരുന്നാലും ഈ കാസിലിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യവും അതിനേക്കാളപ്പുറത്തേക്ക് അതിൻ്റെ ലൊക്കേഷൻ്റെ പ്രാധാന്യവും കൊണ്ട് ഇന്നും സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാസിലാണ് ബോഡിയം കാസിൽ. ബോഡിയം കാസിലിൻ്റെ ഇൻറ്റീരിയർ എല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ലഭ്യമായ ശിലാലിഖിതങ്ങളുടെയോ ഡോക്യുമെൻ്ററികളുടെയോ എല്ലാം അറിവിൽ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ കാസിലിൽ ഒരു ചാപ്പലും ചേംബറും ലോർഡ്സിൻ്റെ ഹാളും ഒരു ബുർച്ചറിയും പാൻട്രിയും കിച്ചണും തുടങ്ങി വളരെ വലിയ സംവിധാനങ്ങൾ, ശത്രുക്കളെ നേരിടാനുള്ള ഗൺ പൗഡർ സ്റ്റോറേജും വിശാലമായ സ്റ്റോറേജുകളും ഏതൊരാക്രമണത്തെയും പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളും എല്ലാം നിറഞ്ഞ ഒരു കാസിൽ തന്നെയായിരുന്നു ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ എല്ലാം തന്നെ അവശേഷിപ്പുകൾ ഈ കാസിൽ സൂക്ഷിച്ചിട്ടുമുണ്ട്. ബോഡിയം കാസിലേക്കുള്ള യാത്ര അവിസ്മരണീയമായതിന് പിന്നിൽ വേറൊരു കാരണം കൂടിയുണ്ട്. ഇങ്ങോട്ടേക്കുള്ള യാത്ര അതിമനോഹരമായ കൺട്രി സൈഡിലൂടെയുള്ള ഡ്രൈവിംഗ്, മനോഹരമായ പശ്ചാത്തലം, എങ്ങും പച്ച പിടിച്ച് കിടക്കുന്ന ലാൻഡ്സ്കേപ്പുകൾ, കുതിരാലയങ്ങൾ, വൈൻയാർഡുകൾ, ഇതിനെല്ലാം നടുവിൽ ഒരു പ്രാചീന മന്ദിരം പോലെ, അതുമല്ലെങ്കിൽ കണ്ണെടുക്കാൻ തോന്നാത്ത നയനമനോഹരമായ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു മന്ദിരം പോലെ 4 ഭാഗത്തും വെള്ളത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ദൃശ്യ സൗന്ദര്യം തന്നെയാണ് ഇതിനെ സഞ്ചാരികളെ ആകർഷിക്കുന്ന
ഒരു ഘടകമായി ഇന്നും നിലനിർത്തിയിട്ടുള്ളത്. ഒട്ടനവധി ഫാസിനേറ്റിംഗ് ഫാക്ടേഴ്സും ഈ കാസലിനെ സംബന്ധിച്ചുണ്ട്. ബോഡിയം കാസിൽ പുതുതായിരുന്നപ്പോൾ അതിൻ്റെ എക്സ്റ്റീരിയർ വാൾ നിർമ്മിക്കപ്പെട്ടത് വൈറ്റ് പ്ലാസ്റ്റർ കൊണ്ടായിരുന്നു. ഈ കാസ്റ്റിൽ നിർമ്മിച്ചത് സാൻഡ്സ്റ്റോൺ കൊണ്ടും ആയിരുന്നു എന്നതും ചരിത്രമാണ്. അത് വളരെ സോഫ്റ്റായതും എളുപ്പത്തിൽ ഡാമേജ് ആവാൻ സാധ്യതയുള്ളതുമായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കേഴ്സൺ ആയിരുന്നു ഈ കാസിലിൻ്റെ അവസാനത്തെ പ്രൈവറ്റ് ഓണർ. ഈ കാസിലിന് വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ബോഡിയം കാസിലിനാണ് UK വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബാറ്റ് റൂട്ട്സ് ഇൻ UK. ഒട്ടനവധി ബാറ്റ്സുകളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒട്ടനവധി റൂമുകളും അവർക്ക് വേണ്ടി മാത്രം പ്രിസേർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. 33 ഫയർ പ്ലേസുകളാണ് ഈ കാസിൽ ഉള്ളത്. അത് ഇന്നും അതുപോലെ തന്നെയുണ്ട്. പിന്നീട് ഈ കാസിലിൻ്റെ വേറൊരു പ്രത്യേകത ഇതിൻ്റെ ഗോവണിയാണ്. വളഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഗോവണി അതിമനോഹരമാണ് എന്നതിനും അപ്പുറത്തേക്ക് അല്പം സാഹസികമായ ഒരു യാത്രയും കൂടിയാണ് നമുക്ക് അതിൻ്റെ ടവറിലെത്താൻ. ബോഡിയം കാസിലിൻ്റെ അകത്തേക്ക് ചെന്നാൽ ആദ്യം കാണുന്നത് ദ ഗ്രേറ്റ് വാളാണ്. ഗ്രേറ്റ് വാൾ അന്നത്തെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചർച്ചകൾക്ക് വേണ്ടിയും എല്ലാം തന്നെ ഉപയോഗിക്കപ്പെട്ട ഒരു ഹാളായിരുന്നു. ലോർഡിൻ്റെയും ലേഡി അപ്പാർട്ട്മെൻറ്റ്സും ഇവിടെ കാണാം. അതവരുടെ പ്രൈവറ്റ് റൂമുകളായിരുന്നു. ഈ കാസിലിൽ ഒരു ചാപ്പലും പ്രവർത്തിച്ചിരുന്നു. ചാപ്പൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ ഏതൊരു കാസിലിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. മിഡീവിയൽ സംസ്കാരത്തിൻ്റെ തന്നെ ഒരു പ്രതിബിംബമായിരുന്നു ഒരു കാസിൽ. ഒരു പ്രീസ്റ്റും ഇവിടെ താമസിച്ചിരുന്നു. ചാപ്പലിൻ്റെ കീഴിൽ ഡെയിലി സർവീസും ഇവിടെ ഉണ്ടായിരുന്നു എന്നതും ഒരു വസ്തുതയാണ്. പോസ്റ്റേൺ ടവർ എന്നാണ് വൃത്താകൃതിയിൽ സ്ഥാപിക്കപ്പെട്ട ഈ ടവറിന് കൊടുത്തിരിക്കുന്ന നാമധേയം. റഫ്ലി പറയുകയാണെങ്കിൽ സ്ക്വയർ ടൈപ്പായിട്ടുള്ള കാസിലിൽ റൗണ്ട് ഷേപ്പായിട്ടുള്ള ടവറാണ് ഈ കാസിൽ സ്ഥിതി ചെയ്യുന്നത്. വളരെ വിശാലമായ 2 അടുക്കളയും ഈ കാസിൽ ഉണ്ടായിരുന്നു. അതിനു പുറമെ സെർവൻസ് ഹാൾ, ഗാർഡ് റൂം, ബാർബേറിയൻ ഹാൾ, മർഡർ ഹോൾസ് തുടങ്ങി ഒട്ടനവധി റൂമുകളും ഒട്ടനവധി സ്റ്റോറേജ് ഹാളുകളും എല്ലാം തന്നെ ഈ കാസിലിൽ സ്ഥിതി ചെയ്തിരുന്നു. ഇന്നതൊക്കെ നശിപ്പിക്കപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഈ കാസിലിനകത്തൂടെയുള്ള യാത്രയിൽ അതെല്ലാം തന്നെ നമുക്ക് അനുഭവിച്ചറിയാനും സാധിക്കുന്നു എന്നതും ഒരു വസ്തുതയാണ്. നാഷണൽ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കാസിലിൽ ഒരു ബുക്ക് ഷോപ്പും ഒരു കോഫി ഷോപ്പും വിശാലമായ കാർ പാർക്കും ടീ റൂമുകളും ടോയ്ലറ്റുകളും എല്ലാം തന്നെ സന്ദർശകർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊരു പ്രത്യേകത ബോഡിയം കാസിലിൻ്റെ തൊട്ടടുത്തുള്ള ബോഡിയം സ്റ്റേഷനിൽ സ്ട്രീം ട്രെയിനും കൂടി സന്ദർശകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പൈതൃക തീവണ്ടി നമുക്കെല്ലാം പ്രിയപ്പെട്ടത് തന്നെയാണ്. ആ സ്റ്റീം ട്രെയിനിലൂടെ യാത്രയും അതിമനോഹരമായ അതല്ലെങ്കിൽ ഒരു വിസ്മയകരമായ യാത്രയുടെ ഓർമ്മകൾ സമ്മാനിക്കാൻ ഉതകുന്നതുമാണ്. റോഡ് മാർഗവും ട്രെയിൻ മാർഗവും പൊതുഗതാഗത ബസ് റൂട്ടുകൾ മുഖേനയും എല്ലാം തന്നെ നമുക്ക് ബോഡിയം കാസിൽ എത്തിപ്പെടാൻ സാധിക്കുമെന്നുള്ളതും ഒരു വസ്തുതയാണ്.